മറ്റൊരു വിഷയം, ഇപ്പം ഈ പൂരം നടത്തിപ്പിൽ ഈ ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. പ്രതീകാത്മക പൂരമൊക്കെ നടത്തിയിട്ട് ഇന്നലെയൊക്കെ വ്യാപക പ്രതിഷേധം നടന്നു. അപ്പം എന്താണ് സർക്കാരിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട്? എന്ത് ചെയ്യാനാണ്? ഒന്നാമത് ആരോടാ പ്രതിഷേധം? കോടതിയോടാണോ ഗവൺമെൻറ്റിനോടാണോ? കോടതി നടപടിയിലാണ് ഇപ്പം പ്രതിഷേധം. അതെ, അപ്പോൾ കോടതി നടപടിയെ അത് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുന്ന പൊരുത്തപ്പെടാവുന്ന ഒരു നടപടിയായിരുന്നില്ല. അതും ഇപ്പോൾ പ്രായോഗികമായ ഒരു നിർദ്ദേശമായിരുന്നില്ല കോടതി മുന്നോട്ട് വെച്ചത്. അപ്പോൾ നമുക്കെന്തേ വഴിയുള്ളൂ? ജനങ്ങൾക്ക് സമരം ചെയ്യാം കോടതിക്ക് മുമ്പിൽ. ഗവൺമെൻറ്റിന് കോടതിക്ക് മുമ്പിൽ സമരം ചെയ്യാൻ പറ്റില്ല. നിയമത്തിൻ്റെ വഴിയാണ് സ്വീകരിക്കേണ്ടത്. നിയമത്തിൻ്റെ വഴി വേണമെങ്കിൽ എന്ത് വേണം? നമ്മളൊരു നിയമനിർമ്മാണം ഉണ്ടാക്കണം. ആ നിയമനിർമ്മാണം നടത്തി കേന്ദ്രത്തിൻ്റെ അനുവാദത്തിന് വേണ്ടി അയക്കണം. അപ്പോൾ സമയത്തെറിയാവും. സ്വാഭാവികമായൊരു സമയമുണ്ടല്ലോ. എത്ര സ്പീഡിലാക്കിയാലും അതിനൊരു നടപടിക്രമങ്ങൾ. അപ്പോൾ ഗവൺമെൻറ് ആവശ്യമാണെങ്കിൽ ഒരു നിയമനിർമ്മാണം നടത്താനും ആലോചിക്കുകയാണ്. എന്നാൽ അടിയന്തരമായി ഇപ്പോഴത്തെ വിധിയിൽ നിർദ്ദേശങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് എങ്ങനെ ന്യായമായി പരിഹാരം കാണാൻ വേണ്ടി കഴിയും, പ്രായോഗികമായി കഴിയും, അതേക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ ദേവസ്വം ബോർഡുകളുടെ യോഗം വിളിച്ചൊരു കൂടിയാലോചന നടത്തുകയുണ്ടായി. അവിടെ നിന്നും ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും ഞാനും ദേവസ്വം മിനിസ്റ്ററും ഈ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായി സംസാരിച്ചിട്ടുണ്ട്. അടിയന്തരമായും ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ അഭിപ്രായം കൂടി ആരാഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രായോഗികത എങ്ങനെ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന ശ്രമമാണ് നടക്കുന്നത്. വേണമെങ്കിൽ ഗവൺമെൻറ്റിന് കോടതിക്കെതിരെ കേസ് പോകാൻ കഴിയില്ല. കാരണം ഗവൺമെൻറ് ഇതിനകത്തൊരു കക്ഷിയായിരുന്നില്ല. ദേവസ്വം ബോർഡുകളോടാണല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡുകൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം, പുനർ ആലോചന നടത്തണമെന്ന് ആവശ്യം. അപ്പോൾ ആ കാര്യം അവർ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഉത്സവങ്ങൾ അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗത്തിൻ്റെ ഉത്സവങ്ങളായിരുന്നാലും അതൊരു ആഘോഷ പരിപാടിയാണ്. ആ ആഘോഷ പരിപാടികളിലെ കാഴ്ചകളെല്ലാം തന്നെ കേരളീയ സാംസ്കാരിക സവിശേഷതകളുടെ ലക്ഷണങ്ങൾ കൂടിയാണ്. അവയെ സംരക്ഷിക്കുന്ന വിധത്തിലായിരിക്കണം കേരളത്തിൽ ഉത്സവങ്ങൾ നടക്കേണ്ടത്. അതിന് അതേസമയത്ത് എഴുന്നള്ളിക്കുന്ന ആനയുൾപ്പെടെയുള്ള ആളുകൾക്ക്, അതിന് പങ്കെടുക്കുന്ന ആളുകൾക്കുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ആവശ്യമായ ഏറ്റവും പ്രായോഗികമായ നിർദ്ദേശങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള നിലപാട് സർക്കാർ സ്വീകരിക്കുകയും ചെയ്യും. ഈ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗം ഉടനുണ്ടാവുമോ? ഉണ്ടാവും. കാരണം ഒട്ടും കാലതാമസമില്ലാതെ കേരളത്തിലെ ഉത്സവങ്ങൾ അതിൻ്റെ സാംസ്കാരിക തനിമയോടുകൂടി നടക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ചർച്ചകളാണ് ഗവൺമെൻറ് നടത്തുക. അല്ല, സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. അതേസമയത്ത് പ്രായോഗികമായിരിക്കണം. നിയന്ത്രണങ്ങൾ പ്രായോഗികമാവുകയും വേണം, സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും വേണം. ഈ രൂപത്തിലുള്ള അതിനാണ് ഒരു സമവായത്തിലെത്താൻ സാധിക്കുമെന്ന് ചർച്ച നടത്തുന്നത്. ചർച്ചകളിലൂടെ ഒരു നിർദ്ദേശം രൂപീകരിക്കുകയും ആ നിർദ്ദേശം കോടതിയെ ബോധ്യപ്പെടുത്തി പരിഹാരം കാണാൻ കഴിയുമോ എന്ന ശ്രമമാണ് ഇപ്പോൾ ഗവൺമെൻറ് നടത്തുന്നത്. തീർച്ചയായും സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ ഇപ്പം വിമാനത്തിൽ പോകുന്നത് സുരക്ഷിതമാണ്. ആണോ? ആർക്കാ ഗ്യാരണ്ടിയാണ്? കോടതിക്ക് ഉറപ്പ് നൽകാൻ പറ്റുമോ വിമാനയാത്ര സുരക്ഷിതത്വമുള്ളൊരു യാത്രയാണ് ഉറപ്പ് നൽകാൻ പറ്റുമോ? എന്നാൽ വിമാനം പറപ്പിക്കുന്നത് അതിൻ്റെ കമ്പനികളായ അതിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചും സുരക്ഷിതത്വം ഉറപ്പുവരുന്ന വിധത്തിൽ. ഇപ്പോൾ ബസ് ആക്സിഡൻ്റ് ആവില്ലെന്ന് ആർക്കും ഉറപ്പ് തരാൻ പറ്റിയ? നമ്മളൊരു സാധാരണക്കാരൻ്റെ യുക്തിക്ക് ചേരാത്ത ചോദ്യങ്ങൾ ചോദിച്ചാലെങ്ങനെ? ഇതാർക്കാ ഉറപ്പ് തരാൻ പറ്റുക? കാറിൽ പോകുന്നു, കാറ് തീ പിടിക്കുന്നു, ആർക്കാ ഉറപ്പ് തരാൻ പറ്റുക? അതേസമയത്ത് തീ പിടിക്കാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും എന്ത് ചെയ്യണം? ബന്ധപ്പെട്ടവർ, പ്രത്യേകിച്ചും അതിനെ നിർമ്മാതാക്കൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് രണ്ടും പരസ്പര പൂരകമാണ്, ഒന്നിനു തരുന്നില്ല. എങ്ങനെ? അതൊക്കെ ഒരു കലാപരമായ ഭാവനയാണ്. ചോദ്യം ചോദിക്കാൻ എളുപ്പം. കാരണം അങ്ങനെ ആരും ചെയ്യുന്നില്ലല്ലോ. ആനക്ക് കൊടുക്കുന്ന പദവിയാണോ സിംഹത്തിന് കൊടുക്കുന്നത്? ആനത്തിന് കൊടുക്കുന്ന പരിഗണനയാണോ തിമിംഗലത്തിന് കൊടുക്കേണ്ടത്? ജഡ്ജി കൊടുക്കുന്ന പരിഗണനയാണോ രാഷ്ട്രീയക്കാരന് തരുന്നത്? വ്യത്യാസമില്ലേ? ഓരോന്നിനും ഓരോ വ്യത്യാസമുണ്ട്.
ശരി. ഈ യോഗത്തിൽ പ്രധാനമായിട്ടും പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കാനുള്ള ഒരു നീക്കമായിരിക്കും ഉണ്ടാവുക. അല്ല, കണ്ടെത്തിയിട്ടൊരു ധാരണയില്ലാത്തൊരു കോടതിയെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ടേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാൻ കഴിയും. നമുക്ക് രാഷ്ട്രീയക്കാർക്ക് ബോധ്യമായി പോരുന്നു. കോടതിയെ കൂടി ബോധ്യപ്പെടുത്തി ഒരളവ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പോംവഴി. അതിനുവേണ്ടി ഏത് കാര്യങ്ങളാണ് നിർദ്ദേശിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ബദൽ നിർദ്ദേശം വെക്കേണ്ടത് കോടതിയുടെ മുമ്പിൽ എന്നാണ് ആലോചിക്കുന്നത്.